വേണ്ടത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണ കൂടി ചേർന്നിട്ട് പ്രശാന്ത് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഈ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? അനന്തൻ പറഞ്ഞ പോലെ അതിപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കുറ്റപത്രം കൊടുക്കേണ്ട സമയപരിധിയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഭാഗത്തിൽ കുറെ കൂടി ക്ലാരിറ്റി വേണം എന്ന നിലയിലേക്കാണല്ലോ അന്വേഷണം എത്തി നിൽക്കുന്നത്. അതിനിടയിലെ ഈ മൊഴിയെടുക്കൽ ഏത് തരത്തിലാണ്? രാവിലെ 10 മണിയോടെ അടൂർ പ്രകാശ് MP പോലീസ് ആസ്ഥാനത്തുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തി. ഇവിടെ ഇപ്പോൾ മൊഴിയെടുക്കൽ നടക്കുന്നു. ഏറ്റവും പ്രധാനം ഈ SIT ഇപ്പോൾ ഈ കേസിലെ സ്വർണ്ണക്കൊള്ള കേസിലെ രാഷ്ട്രീയ ബന്ധത്തിന്റെ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് അടൂർ പ്രകാശ് MPയുടെ മൊഴിയെടുക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. തീർച്ചയായും അടൂർ പ്രകാശ് MPയുമായി ബന്ധപ്പെട്ട ഈ പോറ്റിയുമായി ഉള്ള ഫോട്ടോകൾ പുറത്തു വന്നു. അത് ഒന്നിലധികം ഫോട്ടോകൾ പുറത്തു വന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയുമുള്ള ഫോട്ടോ ആണ് ഏറെ ചർച്ചയായത്. രാജു എബ്രഹാമുമായുള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ബന്ധത്തിലേക്ക് SIT അന്വേഷണം തുടങ്ങുന്നു. ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ഏത് തരത്തിലുള്ള ബന്ധമാണുള്ളത്? അത് മണ്ഡലത്തിലുള്ള, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു താമസക്കാരൻ എന്നതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുന്ന ബന്ധങ്ങളുണ്ടോ എന്നതാണ് SITക്ക് അന്വേഷിക്കേണ്ടത്. അതാണ് അടൂർ പ്രകാശിൽ നിന്ന് SITക്ക് കണ്ടെത്തേണ്ടതും. ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും അടൂർ പ്രകാശ് പല അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ പോയ അവസരത്തിൽ 2 ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ സോണിയാഗാന്ധിയെ കാണാൻ പോയി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു, തന്നെ അറിയിച്ചു, അങ്ങനെ താൻ ഒപ്പം പോയി എന്ന വിശദീകരണം നൽകിയിട്ടുണ്ട്. അടൂർ പ്രകാശ് MP 2019 ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ MP ആയി മാറിയതിനു ശേഷം അത് തൊട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം SIT മുൻപാകെയും അടൂർ പ്രകാശ് വിശദീകരിക്കും. 2019 ശബരിമലയിൽ അന്നദാനവുമായി ബന്ധപ്പെട്ട് അന്നദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആ തരത്തിൽ ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയപ്പോൾ എടുത്ത ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട് അടൂർ പ്രകാശ് MP. അപ്പോൾ അത് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവ് മരിച്ച സമയത്ത് താൻ അവിടെ പോയതാണ് എന്ന കാര്യവും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ SIT മുൻപാകെ അദ്ദേഹം വിശദീകരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെമ്പായത്തെ വീട്ടിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ സമ്മാനം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്മാനങ്ങൾ, പാരിതോഷികം സ്വീകരിക്കുന്ന ചിത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പാരിതോഷികം സ്വീകരിക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് അടൂർ പ്രകാശ് വിശദീകരിച്ചിട്ടുള്ളത് അത് ഒരു ഡേറ്റ്സ് ആണ്, ഈന്തപ്പഴം മറ്റും ആയിരുന്നു എന്ന വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം SIT മുൻപാകെ വിശദീകരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശുമായുള്ള വേറെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ബന്ധപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകൾ ബന്ധിപ്പിക്കാവുന്ന ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അക്കാര്യങ്ങൾ ഉൾപ്പെടെ സ്വാഭാവികമായും SIT ചോദ്യത്തിന്റെ രൂപേണ ഈ മൊഴിയെടുക്കലിന്റെ ഭാഗമായി വ്യക്തത വരുത്തും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് മൊഴിയെടുക്കൽ തുടരുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.